Good morning. Welcome to day 3 of Taipei. ദൈവമേ ആൾക്കാരുണ്ട് അടിച്ചുകൊണ്ടൊന്ന് കളിയാക്കണമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ രാവിലെ മോർണിംഗ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കണേ. മമ്മി അയ്യോ അടുത്ത് ഉറങ്ങണേന്ന്. അപ്പോൾ നമ്മളിന്ന് കഴിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ പോർക്ക് ബണ്ണാണ്. കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. എല്ലാം ഒന്നും ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. നോക്കി എങ്ങനെയുണ്ട്. സ്റ്റീംഡ് ബണ്ണാണ്, സ്റ്റീംഡ് പോർക്ക്. വെജിറ്റബിൾ ബണ്ണും മേടിച്ചു, പോർക്ക് ബണ്ണും ആളുകൾ പിടക്കണമുണ്ട്. എങ്ങനെയുണ്ട്? കടി കിട്ടിയിട്ടില്ല. മമ്മിയാ ചീര വെച്ചതുണ്ട്, ചീരത്തോരൻ. ഇതൊക്കെ ഉണ്ടാക്കാൻ പാടില്ലേ? ചീരത്തോരനൊക്കെ മണ്ണിലൊന്നും വെച്ചിട്ട്. അമ്മ ഉണ്ടാക്കുന്ന ചീരത്തോരനെ കുറച്ച് നൂഡിൽസ് ഇട്ടിട്ടുണ്ട്. അതെ, റൈസ് നൂഡിൽസ്. ഓൺലി ഫോർ മോമോസ് അപ്പുറത്തല്ലേ? എവിടാ? നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു വണ്ടിയാണ്. സീറ്ററിലൊക്കെ ഇരിക്കണത് അല്ലേ ആടു? ഹായ് പറഞ്ഞേ. ഹായ് പറ. ഹായ്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. പിന്നെ അമ്മച്ചി അപ്പച്ചൻ, ബാക്കിലെ അപ്പച്ചൻ, അമ്മച്ചി, സായിബോൻ. നമ്മളിന്ന് പോകുന്നത് എവിടേക്കാണ്? എലിയു. എവിടേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? ഒരു വൺ ഡേ ട്രിപ്പാണ്. രാവിലെ ഒരു 11 മണി 11:30 11:30 ഇറങ്ങി വൈകുന്നേരം 6-7 മണി വരെ നമുക്ക് ഫുൾ ഡേ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് പറഞ്ഞു ഞങ്ങൾ ടാറ്റ പോണേന്ന് പറയാം. ടാറ്റ എന്ന് പറയാം. ടാറ്റ. ഓ എങ്ങനെയുണ്ട്? ബാക്കിൽ എങ്ങനെയുണ്ട്? നിങ്ങളുടെ സീറ്റ് എങ്ങനെയുണ്ട്? സ്പേസ് ആണ് നിങ്ങൾക്ക്? നമുക്കുണ്ട്. അയ്യോ സീറ്റ് ബെൽറ്റ് ഇടണം അല്ലേ? ഓടട്ടെ. നമ്മുടെ സ്വഭാവം എടുക്കരുത്. നമ്മൾ കഴിയട്ടെ. ഫോണിൽ അവിടെ ഡാൻസ് കളിക്കണമൊക്കെ അടുന്നില്ലേ? മമ്മി സാധനം തരാം. സ്ലേറ്റ് തരാം കേട്ടാ. അടുന്ന് എഴുതി തരാം. ഓക്കെ. ഈ ബെൻസ് വിറ്റോ കാറിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. ഞങ്ങൾ ട്രിപ്പൂൾ എന്ന് പറഞ്ഞ ഒരു ആപ്പ് വഴി ബുക്ക് ചെയ്തതായിരുന്നു. ഒരു 1 ഡേ ഫുൾ ട്രിപ്പ് നമുക്ക് ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യും, തിരിച്ച് ഡ്രോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ പറയുന്ന നമ്മൾ അവർക്ക് കൊടുക്കുന്ന 3 സ്ഥലങ്ങൾ 3-4 ദിവസം എത്ര വേണ സ്ഥലങ്ങളിൽ കാണിക്കും. നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ആദ്യം എലിയു ജിയോ പാർക്ക്, ദെൻ ജിഫൻ ഓൾ സ്ട്രീറ്റ്, ദെൻ ഷിഫൻ വാട്ടർഫോൾസ്. ഇതാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഷിഫനിൽ നമുക്ക് പോകാൻ പറ്റിയില്ല, ടൈം ലിമിറ്റേഷൻസ് കാരണം. ഒരു 11 to 6:30 വരെ ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു 10,000 റേഞ്ചിൽ ആയി. പക്ഷേ വെരി കംഫർട്ടബിൾ ആയിരുന്നു. കുഞ്ഞുള്ളതുകൊണ്ട് കാർ സീറ്റർ അവിടെ നിർബന്ധമാണ്. അപ്പോൾ കാർ സീറ്ററുള്ള വണ്ടി തന്നെ വേണമായിരുന്നു. അതുകൊണ്ട് നല്ല എന്താ പറയുക ലക്ഷറി ഫീലിൽ ഞങ്ങൾ പോയി സ്ഥലങ്ങളൊക്കെ കണ്ട് അധികം ടയേർഡായില്ല. നമ്മളിപ്പോൾ ജിയോ പാർക്കിലാണ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ബാഗിലായിട്ട് ഞാൻ തോന്നാം. അയ്യോ അതിപ്പോഴല്ലേ വെക്കേണ്ടത്? അയ്യോ ഇത് എടുത്താണോ? അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായി. ജിയോടെയും കൊച്ചിന്റെയും ഒക്കെ ചോദിക്കട്ടെ. എലിയു ജിയോ പാർക്ക്.
വെൽക്കം ടു എലിയു ജിയോ പാർക്ക് അല്ലേ? എലിഹൂ ഇല്ലല്ലോ, എലിഹൂ. ഇവിടുത്തെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഓൾറെഡി സോളറിലാണ് കൊണ്ടുവന്നെ. കുട്ടികളെക്കാളും ഗംഭീരമായിട്ടാണ് ഇവിടെ പട്ടികളെ കൊണ്ടുവരുന്നത്. അപ്പോൾ കണ്ടോളൂ, നമുക്കൊരു വീഡിയോയിൽ കാണാം. കണ്ടില്ലേ? കണ്ടാ മമ്മി? കുട്ടികളെക്കാളും ഗംഭീരമായിട്ടാണ് പട്ടികളെ കൊണ്ടുപോകുന്നത് അല്ലേ? Hi guys, how was my outfit of the day? Outfit of the day കാണാൻ പറ്റണുണ്ടോ? എന്താന്ന് മോശമാണ്. ആടൂര് വേണം. ആടൂര് കണ്ട എടുത്തിട്ടുണ്ടത് മറ്റേ ബാഗിലായിട്ട് പോയി. ഓ ഇത് കൂൾ ഡാഡി. ഇനി നമുക്ക് ഇവിടുന്ന് കുറേ നടക്കാനുണ്ട്. ഡാഡി അപ്പച്ച മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുന്ന തോന്നുന്നു. ഒരുമിച്ചുണ്ടാവണം നിങ്ങൾ, അല്ലെങ്കിൽ മമ്മി അങ്ങോട്ട് കൂടെ ഉണ്ടാവണം. അറിയില്ല, ഇത് തന്നെ ആയിരിക്കുള്ളൂ. തണലുള്ളതുകൊണ്ട് കൊള്ളാം. അവിടെ ചെന്ന് കഴിയുമ്പം വെയില. ഇങ്ങനെ നടന്ന് കുറേ പോകണം. ഇവിടെ എന്താ കോസ്റ്റൽ പ്ലാൻ നഴ്സറി. നമുക്ക് എത്രത്തോളം വരാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. എന്താണ് അഭിപ്രായം? നല്ല വെയിൽ, പക്ഷെ നല്ല രസമുണ്ട്. ഇവിടെ ഫോട്ടോ അടിപൊളിയായിരിക്കും. ഇവിടെ നിന്ന് എടുക്കട്ടെ പറഞ്ഞോ? നല്ല കാറ്റുണ്ട്, നല്ല വെയിലും. എന്താണ് സായ്മനോടെയാ? അറിയൂ. നമ്മളിവിടെ ഇതിനെക്കുറിച്ച് വിവരിച്ച് പറയാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. പഠിച്ചിട്ടില്ല. കടലെടുത്ത് ഇങ്ങനത്തെ ഒരു ഫോർമേഷനായിട്ട് വന്നിരിക്കുന്ന പാറകളാണ് കാണുന്നത്. ഇതൊരു പ്രിസർവ് ചെയ്ത് ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ അടിപൊളിയായിട്ടുള്ള കാര്യം. അതിൽ തന്നെ ഒരു പെർട്ടിക്കുലർ സോങ് കാണുമ്പോൾ നമ്മുടെ ഗ്രീൻ സെറ്റിൻ്റെ ഒരു ലുക്കാണ്. അതിവിടെ നോക്കിയാലാണ് അതിൻ്റെ നമ്മളവിടെ അതാണ് ക്വീൻ സെറ്റ്. അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് നേരെ ആടൂര് ഇവിടെ നടക്കണം എന്ന് പറഞ്ഞ് കിടന്ന് വാശി പിടിച്ചത് കൊണ്ട് വന്നേക്കണേ. കണ്ടില്ലേ? കണ്ടില്ലേ? നടക്കട ഇറക്കാം. ഡാഡി മോനോ ഇതല്ലേ പോക. ഇനി മതിയാ നടന്നത്. ഇനി നമുക്ക് തണലത്ത് നടക്കാം. വെയിലല്ലേ?
പകുതി ദൂരം നടന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോയി. കാരണം നല്ല വെയിലായിരുന്നു, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ കാണാനൊരു രക്ഷയില്ല, ഒട്ടുക്കത്തെ ഭംഗിയാണ്. ഇവിടുന്ന് എടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ അടിപൊളിയാണ്. അതുകൊണ്ട് ഇത് കണ്ടതിൽ ഒരു റിഗ്രറ്റും ഇല്ല, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിട്ട് തന്നെ തോന്നിയ. വെരി ബ്യൂട്ടിഫുൾ. ക്വീൻസ് ഹെഡ് പോലെ തന്നെ ഒരു പ്രിൻസ് ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് ഉണ്ടായി, അതും കൂടെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ വയ്യ നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് വേണ്ടി നമ്മൾ വണ്ടി കയറി അടുത്ത സ്റ്റോപ്പിലേക്ക് വിട്ട്. പക്ഷെ ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് ഞാൻ പറഞ്ഞില്ല, എല്ലാം നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫോട്ടോസാണ് ഇവിടെ നിന്ന് എടുത്തത്. വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മലയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് മിനറൽ റിച്ച് കണ്ടന്റ് ആണ്, അങ്ങനെ എന്തോ ആണ്. അതുകൊണ്ട് അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ കടലും ഉപ്പുമായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ കളറായി വരും. അതുകൊണ്ട് 2 കളർ. പിന്നെ ഇവിടുത്തെ കടലിന് 2 കളറുണ്ട്, ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂ. മൊത്തത്തിൽ കുറേ കളേഴ്സ് ഉണ്ട്. ഇത് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇതാണ് ഇവിടുത്തെ വാട്ടർഫോൾ. ഇത് ഇവിടുത്തെ കല്ലിലും മണ്ണിലൊക്കെ നിറച്ച് മിനറൽസ് ആണ്. അതാണ് ഇത് ഭയങ്കര ഒരു ഗോൾഡൻ കളറിലായിരിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ പേര് ഗോൾഡൻ വാട്ടർഫോൾ എന്നാണ്. അത് ഇടിഞ്ഞു വീണതാണ്. ഞങ്ങളിവിടെ ഇറക്കി വിട്ടിട്ട് പറഞ്ഞൊരു 3 അയ്യോ ഇവിടെ ഇറക്കിപ്പിച്ചു കളയാടൂന. നമ്മളോട് പറഞ്ഞ ഇങ്ങനെ നടന്നാലേ സ്ഥലത്തും പാർക്ക് ചെയ്യാം. നമ്മളിതിങ്ങനെ ഇറങ്ങി ചെന്നിട്ടാണ് ജിഫൻ ഓൾ സ്ട്രീറ്റ്. മഴക്കാരൊക്കെ വെക്കണുണ്ട്, മഴ പെയ്യോന്നറിയില്ല. മഴക്കാരൊക്കെ വരുന്നുണ്ടല്ലോ ഡാഡി, മഴ പെയ്യോ? ഇതാണ് ജിഫൻ ഓൾ സ്ട്രീറ്റ്. ഇതെന്ന് പറയുന്ന ഒരു മലയുടെ പൊക്കത്താണ്, ടോപ്പിലാണ് ഈ വില്ലേജ്, ഒരു അല്ലെങ്കിൽ ടൗൺ, ഒരു സിറ്റി എന്നൊക്കെ പറയാം. അപ്പോൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ 2 സൈഡിലും ഷോപ്സ് ആണ്, ഷോപ്പിങ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ചായ, പലതരം ഹേർബ്സിന്റെ ചായ, ഇഞ്ചി, ഇപ്പൊ സ്പൈസസ്, കോഫി, ഇങ്ങനെ ഒരുപാട് പലതരം ഐറ്റംസ് ഉണ്ട്. അതുപോലെ സൊവിനിയേഴ്സ്, അങ്ങനത്തെ ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയതും ഹോട്ടൽ പോലെ ചെറിയ റെസ്റ്റോറൻറ്റ്സും അങ്ങനെ എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇത് ഭയങ്കര റഷാണ്. കാരണം ഒരുപാട് എല്ലാ ടൂറിസ്റ്റും തന്നെ വരുന്ന ഒരു ഏരിയയാണ് ഈ ജിഫൻ സ്ട്രീറ്റ്. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്, കുറേ സ്റ്റെപ്സ് ഇറങ്ങാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്സ് ഇറങ്ങണം, പിന്നെ നടക്കണം, അങ്ങനെ താഴേക്ക് ഇങ്ങനെ കുറച്ച് പോകും. അപ്പം ഡാഡിക്കും മമ്മിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ചാൽ കുറച്ച് ദൂരം നടന്ന് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവരും കുറച്ച് ടയർഡായി. നമ്മളിങ്ങനെ പോയി ഓരോന്നൊക്കെ കണ്ട് ചില സ്നാക്സ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തു, നല്ലതായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഉച്ച കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. അപ്പം നമ്മൾ ഫുഡും കയറി കഴിച്ചു. അതൊന്നും വീഡിയോ ഒന്നും എല്ലാം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റിയൊന്നുമല്ല കേട്ടോ. ഇതാണ് ശരിക്കും നമ്മൾ ഫുഡ് സ്ട്രീറ്റ് അല്ലേ? ഇത് കണ്ടോ ഗൈസ്, സ്നെയിൽ ഫ്രൈ. ഓ മൈ ഗോഡ്. ഇതെന്താ, ചാങ്കുലു ആണോ? ടൊമാറ്റോ, എന്തൊക്കെയാണ് ഇവിടെ. ഇത് കണ്ടില്ലേ? അയ്യോ, ഇതിന്റെ സ്ക്വിഡ് ഫ്രൈയാ. ഓ ഫുള്ള് സീഫുഡ്. ഒന്നും കഴിക്കണ്ട അതിനൊന്നും കഴിക്കണ്ട, വേറെ എന്ത് സാധനം തന്നവര്. ഫേമസ് ആയിട്ടുള്ള സ്പോട്ടിന് വേണ്ടിയിട്ടാണ് എല്ലാവരും, അല്ല ഈ ഒരു സ്പോട്ടിന് വേണ്ടി മാത്രമാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത് അല്ലേ, ജിഫൻ ഓൾ സ്ട്രീറ്റ്. ഈ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. സംഭവം ഭംഗിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ബീച്ച് വ്യൂ ഉണ്ട്,
ഇത് കണ്ടില്ലെങ്കിൽ സ്ട്രീറ്റിൽ കൂടെ നടത്താൻ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കുറേ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ട്. ഓക്കെ, നമ്മളിനി സൈമൻ്റെ ഒരു ഫോട്ടോ എടുത്തു കൊടുത്ത് ഈ കലാപരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. നോക്കട്ടെ. അവിടെ നിന്ന് അങ്ങനെ ഒരു ബോബ ടീയും കുടിച്ച് കുറച്ച് സ്നാക്സും കഴിച്ച് ഫോട്ടോസ് എടുത്ത് നമ്മൾ തിരിച്ചു പോയിട്ടോ. തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല, ഓൾറെഡി ബ്ലോക്ക് ഒക്കെ ഉണ്ടായി അത്യാവശ്യം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് തിരിച്ച് അയാൾ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഇറങ്ങിയതാണ് ഈ കാണുന്നത്. നമ്മൾ റോയി നൈറ്റ് മാർക്കറ്റിൽ പോയി അവിടുത്തെ വീഡിയോസ് കണ്ടത്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഡേ അവസാനിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നമ്മൾ അന്ന് അങ്ങനെ ഹാപ്പി ആയിട്ട് ഡേ 3 വൈൻഡപ്പ് ചെയ്തു. സോ ഇത്രയേ ഉള്ളൂ ഡേ 3. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ ബൈ. ഫുൾ സെറ്റപ്പ് ആണ്. ഒരു കാര്യം കൂടെ പറയണം തോന്നി. ഇത് കണ്ടില്ലേ, നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ വേണ്ട ഒരു കാര്യമാണ് ട്രാഫിക് സിഗ്നൽ. ട്രാഫിക് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൃത്യമായിട്ട് ഒരു ടൈമിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത്ര ടൈമാണ് നടക്കാൻ എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കും. നമുക്ക് സുഖമായിട്ട് ധൈര്യമായിട്ട് ഒരു വണ്ടിയും വരില്ല ആ സമയത്ത്. നമുക്ക് ധൈര്യമായിട്ട് സാവധാനം നടന്ന് ആ ടൈം തീരുന്നതിന് മുമ്പ് നടന്നെത്തിയാൽ മതി. ഇനി ടൈം തീർന്നു പോയാൽ തന്നെ ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യും, ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്ത് ആൾക്കാരെ വണ്ടി നീങ്ങണോ? നീങ്ങ 里面有牛肉是吗？ ഭയങ്കര അതിവിടെ മാത്രം കിട്ടുള്ളൂ. ആടമ്പോയ്ക്ക് അതിൻ്റെ ഫ്ലേക്സ് എങ്കിലും കൊടുക്കാൻ പറ്റുമോ? ശരി, ചൂടില്ലാത്ത ജ്യൂസ് ഉണ്ടാവും. ജ്യൂസ് എങ്ങനെ കൊടുക്കും? മേടിച്ചോ, മേടിച്ചോ. അല്ലല്ലേ, ഫേമസ് ആ. ആടു തരും, മമ്മി തരും, ഡാഡി തരും. കടിക്കും